ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബോട്ടിലേക്ക് ബട്ടൺ ക്രിയേറ്റ് ആക്കാമെന്ന്, ഇൻലൈൻ കീബോർഡ് ബട്ടൺ ആൻഡ് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പ് എങ്ങനെ യൂസ് ആക്കാമെന്നാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പൈരോഗ്രാം പാർട്ട് 6 ആണ്. അപ്പോൾ എല്ലാ എല്ലാ പാർട്ടും കണ്ടതിന് ശേഷം മാത്രമേ ഈ പാർട്ട് കാണാൻ പാടുള്ളൂ. നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എത്ര വെച്ചാൽ 100 ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ വീഡിയോക്കും ഞാൻ ലൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളോട് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താക്കുന്നത് വെച്ചാൽ എഡിറ്റ് ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജ് ഓപ്പൺ ചെയ്യാം. ആ ഒരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്ന് നിർബന്ധമായിട്ട് ഈ ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് പൈരോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പൈരോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൈപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൈരോഗ്രാം ഡോട്ട് ടൈപ്സ് എന്നിട്ട് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ എങ്ങനെയാണ് അടിക്കുന്നുള്ളത് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എറർ വരാൻ സാധ്യതയുണ്ടെന്നല്ല, എറർ എങ്ങനെ വരും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും പിന്നെ ഓക്കെ കീബോർഡിൻ്റെ ബിഗ് ലെറ്റർ അല്ല കേട്ടോ, കീബോർഡിൻ്റെ കെ മാത്രമാണ് ബിഗ് ലെറ്ററിൽ. പിന്നുള്ളത് മാർക്കപ്പ്. ഓക്കെ, മാർക്കപ്പിൻ്റെ എം ബിഗ് ലെറ്ററാണ്. ഓക്കെ, മാർക്കപ്പ് എൻ്റെ ഒരു കൊമയിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു കൊമയിട്ട് കൊടുത്തതിന് ശേഷം 1 സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻലൈൻ്റെ ഐ ബിഗ് ലെറ്ററും കീബോർഡിൻ്റെ കെ ബിഗ് ലെറ്ററും പിന്നെ അടുത്തതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മാർക്കപ്പ് എന്നല്ല, അടുത്തതായിട്ട് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ടൻ്റെ ബി ബിഗ് ലെറ്ററാണ്. ഓക്കെ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ്. പിന്നെ നിങ്ങൾക്ക് എതിര് കാണിച്ചിരുന്നില്ല അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എറർ വരത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ 2 ടൈപ്സ് ഇപ്പോൾ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട് പൈരോഗ്രാമിൽ. ഇത് 2 പൈരോഗ്രാമിൻ്റെ ടൈപ്സിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പും ഇൻലൈൻ കീബോർഡ് ബട്ടനും. ഓക്കെ, ഞാൻ എന്താ ക്ലയൻറ്റിൻ്റെ ഓക്കെ നമ്മളുടെ മൈ അക്കൗണ്ടിൻ്റെ താഴെ എന്താ വെച്ചാൽ കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബട്ടൻ്റെ ഫുൾ ബിഗ് ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബട്ടൺസ് ആൻഡ് ഈസിക്കൽ ടു ഇട്ട് കൊടുക്കാം. ഓക്കെ, ബട്ടൺസ് നമുക്ക് ശരിയാവത്തില്ല, നമ്മൾ സ്റ്റാർട്ട് ബട്ടൺസിൽ കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈസിക്കൽ ടു എന്ന് ഇട്ട് കൊടുക്കണം. ഈസിക്കൽ ടു ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ക്വയറിൻ്റെ ഓപ്പൺ ബ്രാക്കറ്റാണ്, ക്ലോസ് അല്ല. എന്നിട്ട് 1 സ്പേസ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലൈൻ ഇവിടെ 2 or 3 or 2 ലൈൻ വിടാം. എന്നിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ ഇൻലൈൻ കീബോർഡ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും പിന്നെ കീബോർഡിൻ്റെ ബി സ്മോൾ ലെറ്ററാണ് കേട്ടോ, പിന്നെ ബട്ടൻ്റെ ബിയും ബിഗ് ലെറ്ററാണ്. ഓക്കെ, ഇത് 3 ബിഗ് ലെറ്റർ അടിച്ചു കൊടുക്കാം. ബാക്കി ഫുള്ള് സ്മോൾ ലെറ്ററാണ്. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ സൂമായി കാണിച്ചാൽ 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ജോയിൻ ഹിയർ. ഓക്കെ, ജോയിൻ മൈ ചാനൽ, ജോയിൻ മൈ അപ്ഡേറ്റ് ചാനൽ, അങ്ങനെ എന്താണ് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ജോയിൻ ഇയർ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഡബിൾ കോട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 സ്പേസ് വിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് URL ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈസിക്കൽ ടു ഇട്ട് കൊടുത്തു. പ്ലസ് അല്ല കേട്ടോ, ഈസിക്കൽ ടു ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെയോ ചാനലിൻ്റെയോ ലിങ്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, t.me/ എന്നിട്ട് എൻ്റെ ചാനലിലെ ലിങ്കിന് ഇട്ട് കൊടുക്കണം. ഓക്കെ, MoTech _YT എന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ക്ലോസ് ബ്രാക്കറ്റും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വരണം. ഓക്കെ, ന്യൂ ലൈനിലേക്ക് വന്നതിന് ശേഷം 2 ക്ലോസ് ബ്രാക്കറ്റ് അല്ല കേട്ടോ, 2 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് കേട്ടോ. ഓക്കെ, 2 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഓൺ മെസ്സേജ് കമാൻഡ് ഒന്ന് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഓൺ മെസ്സേജ് കമാൻഡ് ക്രിയേറ്റ് ആക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയുന്നില്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓൾ പാർട്ടായിട്ട് പൈരോഗ്രാമിലെ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺ മെസ്സേജ് കമാൻഡ് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഓൺ മെസ്സേജ് സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്തതായിട്ട് വരുന്നൊരു സംഭവമാണ് എവൈറ്റ് മെസ്സേജ് ഡോട്ട് റിപ്ലൈ ടെക്സ്റ്റ് ഓർ റിപ്ലൈ ഫോട്ടോ. ഓക്കെ, അതിൽ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണ്ടത് യൂസ് ചെയ്യുക, റിപ്ലൈ ടെക്സ്റ്റ് യൂസ് ചെയ്യുക, റിപ്ലൈ ഫോട്ടോ എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഇതിൻ്റെ വീട്ടിൽ ലിങ്ക് ഓൾ പാർട്ടിൻ്റെ അതിൽ തന്നെ ഉണ്ടാവും പൈരോഗ്രാമിൽ. ഇതങ്ങനെ സെറ്റാക്കാനായിട്ട്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ലൈനിലേക്ക് ന്യൂ ലൈനിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈസിക്കൽ ടു ഇട്ട് കൊടുക്കാം. ഓക്കെ, റിപ്ലൈ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്നാണ് കൊടുക്കേണ്ടത്. നമുക്ക് റിപ്ലൈ ഫോട്ടോ എന്ന് കൊടുത്താൽ നമുക്കിവിടെ ക്യാപ്ഷൻ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ റിപ്ലൈ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാർട്ട് മെസ്സേജ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അവിടെ കൊടുക്കണം ഹലോ
കൊടുക്കുകയാണ്, ഹലോ ഗൈസ് എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് പൈറോഗ്രാം സ്റ്റഡി ബോട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാർട്ട് മെസ്സേജ് ഒന്ന് കൊടുക്കാം. ഓക്കെ, സ്റ്റഡി ബോട്ടിൽ കൊടുത്തു. എന്നിട്ടായിട്ട് 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 കോമ ഇട്ട് കൊടുത്തു. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ലൈനിലേക്കാണ്. നെക്സ്റ്റ് ലൈനിലേക്ക് വന്നതിന് ശേഷം ടീൻ്റെ അതേ തൊട്ട് താക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ഓക്കെ, ടീൻ്റെ നേരത്തെ വന്നിട്ടുണ്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് റിപ്ലൈ _ മാർക്ക് അപ്പ്. ഓക്കെ, മാർക്ക് അപ്പ് = ഇൻലൈൻ. ഓക്കെ, ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും ബിഗ് ലെറ്ററാണ്. ഓക്കെ, കീബോർഡ് ആൻഡ് മാർക്ക് അപ്പ്. ഓക്കെ, MARKUP. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ്. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ബട്ടൺ ആയിട്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഇൻലൈൻ കീബോർഡ് മാർക്കപ്പിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ്. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ്. എന്നിട്ട് 1 ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, 1 ക്ലോസ് ബ്രാക്കറ്റ് വരുന്നുള്ളത് ഇൻലൈൻ കീബോർഡ് മാർക്കപ്പിൻ്റെ ഇവിടെ നിന്നാണ്. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റ് ഓപ്പൺ, ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, ന്യൂ ലൈനിലേക്ക് വരാം. എന്നിട്ട് 4 ലൈന് വിട്ട് കൊടുക്കാം. എന്നിട്ട് 1 ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഫ്രം റിപ്ലൈ ടെക്സ്റ്റ് എന്നാണ്. ഓക്കെ, 2 നമുക്ക് അവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സംഭവം ഫുള്ളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡിപ്ലോയ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഡിപ്ലോയ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ആക്കുന്നുള്ളത് ഹീറോക്ക് എന്ന പ്ലാറ്റ്ഫോമാണ് ഡിപ്ലോയ് ആക്കാൻ യൂസ് ആക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഡിപ്ലോയ് ആക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ബോട്ടിലേക്ക് പോകണം. ബോട്ടിലേക്ക് പോയതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആകെ ഒരു ടൈപ്പ് ബട്ടനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ എഡിറ്റ് ഫയൽ പേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള സ്റ്റാർട്ട് ബട്ടൻ്റെ കോഡ് ഇപ്പോൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് 2 ബട്ടൺ ഒരു ലൈനിൽ ക്രിയേറ്റ് ആക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് _ ബട്ടൺ = 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ന്യൂ ലൈനിലേക്ക് വന്നതിന് ശേഷം 2 ലൈന് സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് ഇൻലൈൻ കീബോർഡ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും ബട്ടൻ്റെ ബിയും ബിഗ് ലെറ്ററാണ്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് 1 ഡബിൾ കോട്ട് എൻ്റെ ഗ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബട്ടൻ്റെ പേര് പിന്നെ സെറ്റാക്കിയിട്ടുള്ളത് ഗ്രൂപ്പാണ്. ഓക്കെ, 1 കോമ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 1 സ്പേസ് URL എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. = എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഡബിൾ കോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ ചാനലിലെ ലിങ്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ ആണ്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ആക്കാം. എന്നിട്ട് 1 കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, എക്സ്ട്രാ വരുന്നുള്ളത് 1 കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. എന്നിട്ട് അതിൻ്റെ നേരെ തൊട്ട് ഇൻലൈൻ കീബോർഡ് ബട്ടൺ അതിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ. ഓക്കെ, ഇൻലൈൻ്റെ ഐയും കീബോർഡിൻ്റെ കെയും ബട്ടൻ്റെ ബിയും ബിഗ് ലെറ്ററാണ്. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വേറൊരു ബട്ടണിന് പേര് കൊടുക്കാം. ഓക്കെ, ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചാനൽ ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. കോമ ഇട്ട് കൊടുക്കാം. 1 സ്പേസ് URL = ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ = എന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്കത് തെറ്റിയതാണ് സെറ്റാക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഡബിൾ കോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സംഭവം ചെറിയൊന്ന് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു URL = എന്ന് ഇട്ട് കൊടുത്ത്. ഓക്കെ, ലാസ്റ്റ് ഡബിൾ കോട്ട് എന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഡബിൾ കോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ന്യൂ ലൈനിലേക്ക് വരാം. ഓക്കെ, ന്യൂ ലൈനിലേക്ക് വന്നതിന് ശേഷം 2 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡിപ്ലോയ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഡിപ്ലോയ് ആയതിന് ശേഷമുള്ള സംഭവം ഞാൻ കാട്ടിത്തരാം. പിന്നെ ഇതുപോലത്തെ ബട്ടൺ ക്രിയേറ്റ് ആക്കാൻ എക്സ്ട്രാ കൊടുക്കേണ്ടത് ഈ ഒരു കോമ മാത്രമാണ് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളത്. നമുക്ക് വേറൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ ഒരു കോമ മാത്രമാണ് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതുള്ളത്.
ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കമാൻഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് കമാൻഡ് അടിച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ട് കമാൻഡ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൺലൈനിൽ 2 ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നത് ഓൺലൈൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഫോർമാറ്റും കൂടി നോക്കാം. ഓക്കെ, ബട്ടൺ ഇപ്പോൾ രണ്ടും വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ഫോർമാറ്റും കൂടി നോക്കാം. ഓക്കെ, എഡിറ്റ് ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ഫയലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓക്കെ, ഈ ഒരു കോഡിനെ മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കോഡ് മൊത്തത്തിൽ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻലൈൻ കീബോർഡ് ബട്ടൺ ആൻഡ് പിന്നെ ഓപ്പൺ ബ്രാക്കറ്റ് ഡബിൾ കോട്ട് ആൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പേര് സെറ്റ് ചെയ്തതിന് ശേഷം URL കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് അതിന് ശേഷം ഇവിടെ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് സ്ക്വയർ ബട്ടൺ. ഓക്കെ, എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. നെക്സ്റ്റ് ലൈനിലേക്ക് വന്ന ശേഷം വീണ്ടും ഇൻലൈൻ കീബോർഡ് ബട്ടൺ അത് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ കീബോർഡ് ബട്ടൺ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ബട്ടണിൻ്റെ പേര് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോമയ്ക്ക് ശേഷം അടുത്ത ബട്ടണിന് URL കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നൊരു സംഭവമാണ്. അതിനോട് ഇപ്പോൾ സ്പീഡാക്കുന്നുള്ളത്. ലാസ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. എന്നിട്ട് ലാസ്റ്റ് അവസാനം 2 സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടുത്ത് ഡിപ്ലോയ് ആവുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. ഡിപ്ലോയ് ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ നേരെ ബോട്ടിലേക്ക് വരാണ്. ബോട്ടിലേക്ക് വന്നതിന് ശേഷം കാണിച്ചു തരാം. ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കമാൻഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് കമാൻഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, 2 ബട്ടൺ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 2 ബട്ടൺ ക്രിയേറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ബൈ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.